കോമൺലി ഉള്ളൊരു സംഭവം അങ്ങനെ ഒരു സാധനം നമ്മളാണ് ബ്രേക്ക് ചെയ്തത് നമുക്കിങ്ങനെ പറയാന്നേ ഉള്ളൂ. അത് പ്രേക്ഷകർ ആ രീതിയിൽ വിലയിരുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം അപ്പോൾ ഒരുപാട് ജേർണലിസ്റ്റുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസസ് ഒക്കെ ആസ് എ ജേർണലിസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ പലപ്പോഴും അതിനകത്ത് ഒരു ഇസ്രയേൽ അനുകൂല നിലപാട് പലരും സ്വീകരിക്കുന്നത് കണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഈ വാറിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ ഈ ഒക്ടോബർ 7 മുന്നേയും ഉള്ള കാര്യങ്ങളെ അസസ് ചെയ്യണമല്ലോ. അപ്പം അവിടെ കയറി ഹമാസ് അറ്റാക്ക് ചെയ്തത് കൊണ്ട് ഇത് കിട്ടി എന്നുള്ളത് പറഞ്ഞ് നമ്മളതിനെ ഈ നടക്കുന്ന ഈ മനുഷ്യക്കുരുതിയെ ന്യായീകരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. തീർത്തും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസാക്ഷിക്ക് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിക്കലും നമുക്ക് സന്ധി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയൊന്നും ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്സും സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരു പൊളിറ്റിക്സ് കൊണ്ടും അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴും എനിക്കൊക്കെ പേഴ്സണലി ഈ പറയുന്ന കമൻറ്റ് ബോക്സസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിലും ഒരുപാട് പേര് ഇസ്രയേൽ ജയിക്കട്ടെ, പിന്നെ ആ കുഞ്ഞുങ്ങളുടെ പടമൊക്കെ കാണുമ്പോൾ വന്ന് ഇടുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഞാനത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇന്ന ആളല്ലേ, നിനക്ക് ഈ കൂട്ടത്തിലുള്ളവരെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി അങ്ങനെ വന്ന് പറയാറുണ്ട്. യെസ്, ഉറപ്പായിട്ടും നമ്മുടെ ഇടയിലും അങ്ങനെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ വാർ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തോരം സങ്കടം വരും ശരിക്കും പറഞ്ഞു അല്ലേ. ഹിറ്റ്ലറിന്റെ സമയത്ത് ഉള്ള സമയങ്ങൾ, മനുഷ്യരെ കൊന്ന് ഒടുക്കിയത്, അതൊക്കെ നമുക്ക് ആ സമയത്തെ മൂവീസൊക്കെ കാണുമ്പോൾ എന്തൊരു സങ്കടം വരും. ഇപ്പോൾ റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പം അതിനോടൊക്കെ എങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതിനോട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്തറിഞ്ഞിട്ടാണ് അവരൊന്ന് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് അവരെ കൊന്നു വീഴ്ത്തുന്നത്. അപ്പം അതിനോട് ഒക്കെ എങ്ങനെയാണ് ഇമോജി ഇടാൻ പറ്റുന്നവർ? അവർ മനുഷ്യരാണ്. ചിലരുടെ കമന്റ്സ് ഉണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. ലൈക്ക് ഒരാളെ എന്താ പറയാ ഇപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അതൊരു വലിയ കാര്യമല്ലല്ലോ അല്ലേ. അതെ, അത്തരം അതിനെയൊക്കെ അങ്ങനെയുള്ള ആളുകളെ എന്നിട്ട് ചിലപ്പോൾ അവർ ഇപ്പുറത്ത് വശത്ത് വന്ന് വലിയ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരിക്കും. ഇവർക്ക് ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഒരു തെറ്റായ പൊളിറ്റിക്സിനെ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളെയൊക്കെ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ പ്രചരിക്കുമ്പോൾ എന്താണ് സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിത് പറയുന്ന സമയത്ത് പലരും ചോദിക്കുമ്പോൾ നിങ്ങൾ ഉഗാണ്ടയിലെ കുട്ടികളെ കാണുന്നില്ലേ, മറ്റ് പല സ്ഥലങ്ങളിലെയും കുട്ടികളെ കാണുന്നില്ലേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും കാണുമ്പോഴും നമുക്ക് ഈ സെയിം വിഷമല്ലേ. എല്ലാ കുട്ടികളും ലോകത്തെല്ലായിടത്തും കുട്ടികളും ഒരുപോലെ നിഷ്കളങ്കരാണ്. അവർക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവരെ കൊന്നൊടുക്കുന്നതിന് ഒരു ന്യായീകരണവും ഇല്ല. അത് ഇങ്ങനെ എന്നിട്ട് അതിനെ വെറുതെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. എനിക്കിങ്ങനെ ഇമോജി ഇടുന്നത് ശരിക്കും സോംബികളുടെ ഒരു മാനസികാവസ്ഥയെ തോന്നുന്നു അല്ലേ. എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആ വീഡിയോസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പോലും തോന്നൂല. ലൈക്ക് അത് കാണണ്ടെന്നുള്ളൊരു മൈൻഡാ. കാരണം എങ്ങനെ കാണാനാ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റൂല. നമ്മുടെ നാട്ടിലാണ് ഉണ്ടായതെങ്കിലോ അത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളാണ് എപ്പോഴും നമുക്കൊരു കാര്യം വിഷമം തോന്നുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴാണ്. നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കിയേ ആ ക്യൂവിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും നമ്മൾ അതിനോട് ഇങ്ങനെയല്ല പ്രതികരിക്കുക. ചില ഇതുണ്ട്, ഇവരങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോയിട്ട് എന്താ പറയുക, ഇപ്പം വേറൊരു കർണാടകയിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നേരെ കർണാടകയിൽ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോയി എന്ന് പറഞ്ഞ് അവർ നേരെ കാസർഗോഡോട്ട് വന്നിട്ട് അവിടെ ഫുൾ ആളുകളെയും കുട്ടികളെയൊക്കെ ആക്കാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഗാസൻ ജനത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹമാസ് അല്ലല്ലോ. അല്ല, അതാണ്. ഇവിടുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പോയി, ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ പോയി എന്തെങ്കിലും അവർ ചെയ്യുന്ന തെറ്റിന്, ഇപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിൽ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഉത്തരവാദികളല്ല. ഒരിക്കലും അല്ല.
അതുപോലെ തന്നെയാണ് ആ രാഷ്ട്രീയത്തെയും ആ ജനങ്ങളെയും വേറെ വേറെ കാണാൻ പറ്റണം. ഒരു കൂട്ടം ആളുകൾ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ ജനതയെ മൊത്തം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് ടോപ്പിക്ക് പറഞ്ഞു. ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു പീസ് ഓഫ് മൈൻഡ്, എന്താണ് സമാധാനം? സമാധാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമാധാനം ആണ് എല്ലാത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമാധാനം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് സമാധാനം എന്ന് പറഞ്ഞാൽ നന്നായി ജോലി ചെയ്യാൻ പറ്റുക, ഫ്രണ്ട്സിൻ്റെ കൂടെ നന്നായി ഇരിക്കാൻ പറ്റുക, ഫാമിലിയുടെ കൂടെ നന്നായി ഇരിക്കാൻ പറ്റുക, ഇതൊക്കെ തന്നെയാണ് സമാധാനം. ഒരുപാട് ചിന്തകൾ വന്നാൽ അലട്ടാതിരിക്കുക, ആത്യന്തികമായി ആഗ്രഹിക്കുന്നതും സമാധാനത്തിന് തന്നെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും, പല പ്രശ്നങ്ങളിലും ഇടപെടുമ്പോഴും ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമാധാനം തന്നെയാണ്, പീസ് ഓഫ് മൈൻഡ് തന്നെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ശരിയായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് സമാധാനം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ബഹളത്തിലേക്കൊന്നും നമ്മളെ ഡ്രാഗ് ചെയ്യില്ല, ആരും നമ്മളെ ഒന്നും പറയില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ഇന്നർ മൈൻഡിൽ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, ഞാൻ അതിനോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത വന്ന് കുത്തും. അതല്ലെങ്കിൽ നീ അവിടെ നിശബ്ദമായിട്ടിരിക്കേണ്ട ആളായിരുന്നില്ല, നിനക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, എന്നിട്ട് നീ ആ സ്പേസ് അതിനു വേണ്ടി ഉപയോഗിച്ചില്ല, നീ അയാൾക്ക് വേണ്ടി സംസാരിച്ചില്ല. പക്ഷേ നമ്മളൊരാൾക്ക് വേണ്ടി സംസാരിച്ചു, അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ബഹളങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഇതിലേക്കൊക്കെ നമ്മൾ ഡിവീറ്റഡ് ആവുകയും കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഫോം ചെയ്യും. ചിലർ നമ്മളെ ചില ചാപ്പകൾ കുത്തി കാണുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖം കണ്ണാടി കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് പ്രൗഡായിരിക്കും നമ്മളെ ഓർത്ത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് സമാധാനം. ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ആയിരുന്നു. കണ്ണാടിയിൽ കാണുമ്പോൾ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് പ്രൗഡാകും എന്നുള്ളത്. പ്രൗഡാവും. നമ്മൾ ശരിയായ ഒരു കാര്യം ചെയ്താൽ എനിക്ക് അതാണ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ആ കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ചെയ്തത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നോ റിഗ്രറ്റ്സ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബോധ്യം, നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് പറയുന്ന കാര്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ. ആ ഇടത്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഹാപ്പി. അപ്പോൾ എന്തായാലും എപ്പോഴും സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഇതേപോലെ പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.